ഇന്ന് ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നല്ല മടുപ്പ് പിടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോക്കടിച്ച സമയത്ത് ഞാൻ എൻ്റെ റൂമിലാണ് ഇരിക്കറി. അധികം സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ റൂമിലാണ്. അപ്പോൾ ആ റൂമിൽ തന്നെ എനിക്കിങ്ങനെ ഒരു ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന്. വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി ചിട്ടയായിട്ട് വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. നിലത്ത് കിടന്ന വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റി, മേശപ്പുറത്ത് അടുക്കി വെക്കാത്ത പുസ്തകങ്ങൾ, ആവശ്യമില്ലാത്ത കടലാസുകൾ, ആദ്യം എല്ലാം ഇതൊരു സാധാരണ ജോലിയായിട്ട് മാറ്റാൻ തോന്നിയത്, ചെറിയൊരു ക്ലീനിങ്. പക്ഷേ ഓരോ സാധനങ്ങൾ കയ്യിലെടുക്കുമ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങി, ഇതെന്തിനാണ് ഞാനിവിടെ വെച്ചതെന്ന്. എനിക്ക് തന്നെ ഒരു ധാരണയില്ലാത്ത അവസ്ഥയിലുണ്ടായത്. മുറി അത്രയും അലങ്കോലമായിരുന്നു എന്ന് തോന്നിയത് ഞാൻ ശ്രദ്ധിക്കുന്ന തന്നെ ആ ഒരു സമയത്താണ്. പക്ഷേ ഇത് പെട്ടെന്നൊന്നും ആയതല്ല എന്ന് എനിക്കറിയാം. വളരെ മെല്ലെ സംഭവിച്ച കാര്യങ്ങളതെല്ലാം ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളാണ്. പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചവ, ഉപയോഗമില്ലെങ്കിലും വെറുതെ സൂക്ഷിച്ചു വെച്ചവ. അന്നേരം അന്നൊരു കാര്യം തോന്നിയത്, നമ്മളെ മനസ്സിൻ്റെ കാര്യവും ഏകദേശം ഇതുപോലെ തന്നെയല്ലേ. ഒറ്റയടിക്കല്ല നമ്മളെ ഉള്ളിൽ ഭാരം ഉണ്ടാകുന്നത്. ചെറിയ ചെറിയ ചിന്തകൾ നമ്മളറിയാതെ വന്നു ചേരുന്നതാണ്. പൂർത്തിയാക്കാത്ത സംഭാഷണങ്ങൾ, ആരോടൊക്കെയോ പറയാൻ ബാക്കി വെച്ച മറുപടികൾ, അനാവശ്യമായ ആകുലതകൾ, ടെൻഷൻ കാര്യങ്ങൾ, അത് ഇത് ഓവർ തിങ്കിങ്. നമ്മളതൊന്നും കളയുന്നില്ല. പകരം മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കൂട്ടിയിടുന്നു. മുറിയിലെ ആ പഴയ പെട്ടി പോലെ കൂടി പിടിച്ച് ഭാരമായി അതങ്ങനെ അവിടെ കിടക്കും. മുറിയുടെ ഓരോ മൂലയും തെളിഞ്ഞ് വന്നപ്പോൾ മറ്റെന്തോ ഒന്ന് മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഫീൽ ചെയ്തു. ഒരു വസ്ത്രം മടക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം മടക്കി വെക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു കെട്ട് കഴിഞ്ഞ് പോകുന്നത് പോലെയുള്ളൊരു ഫീലിങ്. ചുറ്റുമുള്ള ഒഴിഞ്ഞിടങ്ങൾ നൽകുന്ന ഒരു ലാഘവമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സമാധാനമാണ്. ബഹളങ്ങളില്ലാത്ത ചിന്തകൾ, സമ്മർദ്ദങ്ങളില്ലാത്ത നിമിഷം, ശാന്തമായൊരു വ്യക്തത. അപ്പോഴാണ് ഞാനൊരു കാര്യം ഉറപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാത്തിനെയും നമ്മൾ പിന്നീട് കൂടെ കൂടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മുറിയിലായാലും നമ്മുടെ ഉള്ളിലായാലും. ചില കാര്യങ്ങൾ വെറുതെ സ്ഥലം ആവരിക്കുന്ന പോലെയാണ്. ഇത് നമ്മുടെ മൈൻഡിലായാലും അങ്ങനെ. നമുക്കൊന്നും നൽകുന്നുമില്ല, പക്ഷെ നമ്മുടെ ഊർജം അത് കളയും ചെയ്യുന്നു. അവയെ ഉപേക്ഷിക്കുന്നത് ഒരു നഷ്ടമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അതൊരു എന്താ പറയുക, മോചനം പോലെയാണ്, ഒരു റിലീഫാണത്. ഈ വൃത്തിയാക്കൽ കൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നൊന്നല്ല, ലോകം മാറി മറിഞ്ഞൊന്നല്ല. പക്ഷേ അതൊരു സ്റ്റാർട്ടായിരുന്നു, ചെറിയൊരു തുടക്കം, വളരെ ശാന്തമായ തുടക്കം. നമ്മളെപ്പോഴും വലിയ മാറ്റങ്ങൾക്കായി കാത്തിരിക്കും, പക്ഷേ വലിയ വിജയങ്ങൾക്കായി കാത്തിരിക്കും, വലിയ യാത്രകൾ. പക്ഷേ ജീവിതം മാറാൻ ചിലപ്പോൾ അത്രയും വലിയ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് ക്രമീകരിക്കുക, അനാവശ്യമായതിനെ ഒഴിവാക്കുക, ശ്വാസം വിടാൻ കുറച്ച് സ്ഥലം കൊടുക്കുക. കാരണം വൃത്തിയുള്ള ഒരിടം കാണാൻ ഭംഗിയുള്ളത് മാത്രമല്ല, അത് നമുക്ക് നൽകുന്ന സമാധാനം അല്ലെങ്കിൽ ഫീലിംഗ് അത് ഭയങ്കര വലുതാണ്. ചില നേരങ്ങളിൽ നമ്മുടെ മുറി ഒന്ന് വൃത്തിയാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ഏറ്റവും വലിയൊരു ചുവടുവെപ്പാണെന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ച് വായിച്ചതാണ്. ആ ഒരു അച്ചടി ഭാഷ ടൈപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ നിർത്തിവെച്ച ഡേ 22 നിർത്തിവെച്ച ആ ഒരു വ്ളോഗ് ചലഞ്ച് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയേനെ. പക്ഷേ അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പകുതിക്ക് വെച്ച് നിർത്തിയിട്ടോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലോ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയെല്ലാം പിന്നെയെല്ലാം നടന്നോളൂ. അപ്പം എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ബോധം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ദിസ് ഈസ് മീ അബി അറ്റ് റാൻഡം കൊണ. അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. ബൈ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിൽ പറയുക. കമൻറ്റ് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതിപ്പോൾ നെഗറ്റീവായാലും അല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.